ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കൊറോണ ഈ കോവിഡ് കാലത്ത് നമ്മൾ എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. എന്നാലും നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് കോളേജിൽ നിന്നും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താ 5th സെമ്മിൻ്റെ സബ്ജക്റ്റുകൾ ഓരോരുത്തരും ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തു. എല്ലാവരും ജോയിൻ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഞാൻ രചന മിസ്സാണ്. ഞാൻ എടുക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒന്ന് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് പ്രോഗ്രാം എന്ന് വെച്ചാൽ. പ്രോഗ്രാം എന്ന് വെച്ചാൽ നമുക്ക് സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും, അതായത് സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ പ്രോഗ്രാമിൽ സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോഗ്രാം ആണ് ദാറ്റ് എനേബിൾ എ യൂസർ ടു പെർഫോം സം സ്പെസിഫിക് ടാസ്ക്. അതായത് യൂസറിന് സം ടാസ്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ വി കൻ യൂസ് ദ പ്രോഗ്രാം. വിത്തൗട്ട് ദ പ്രോഗ്രാം യൂസർ കനോട്ട് ഇന്ററാക്ട് വിത്ത് ദ സിസ്റ്റം. അതായത് പ്രോഗ്രാം ഇല്ലെങ്കിൽ നമുക്ക് സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെ പാടായിരിക്കും. അതുപോലെ നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 3 കമ്പോണൻസ് ഉണ്ട്. ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ സിസ്റ്റം ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 കമ്പോണൻസ്. വാട്ട് ആർ ദേ? ദേ ആർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് ദ യൂസേഴ്സ്. ഇതിൽ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. 2 പാർട്സ് ആയിട്ട് സോഫ്റ്റ്വെയറിനെ അഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് ആർ ദേ? ദേ ആർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്താൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ 3 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണത്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് ദ യൂസേഴ്സ്. അതിൽ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം നമുക്ക്. സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം ആണ്. നമുക്ക് സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർസിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് സോഫ്റ്റ്വെയർസ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ടു റൺ എ കമ്പ്യൂട്ടേഴ്സ് ഹാർഡ്വെയർ ആൻഡ് എ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ടു യൂട്ടിലൈസ് സിസ്റ്റം റിസോഴ്സസ് ആൻഡ് സോൾവ് ദെയർ കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടേഴ്സ് ഹാർഡ്വെയറിനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിനും വേണ്ടിയിട്ട് സിസ്റ്റം റിസോഴ്സസിനെ യൂസ് ചെയ്യാനായിട്ടൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാംസിനെയാണ് ഇതെന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്? കമ്പ്യൂട്ടർ ഹാർഡ്വെയറും അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസും സിസ്റ്റം റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്ത് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. അതുപോലെ തന്നെ ഇതിനെ പറയാം ഇറ്റ് ആക്ട് ആസ് എൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ ഡിവൈസ് ആൻഡ് ദ യൂസർ. യൂസറും ഡിവൈസും തമ്മിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും ഏതാണെന്ന് പറയാം? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്ന് പറയാം. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പ്രോഗ്രാം, കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറും അതുപോലെ തന്നെ സർട്ടൻ ആപ്ലിക്കേഷൻസും സിസ്റ്റം റിസോഴ്സസ് യൂസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണെന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതുപോലെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ വേറൊരു ഡെഫിനേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ ഡിവൈസ് ആൻഡ് ദ യൂസർ. യൂസറും സിസ്റ്റവുമായിട്ടുള്ള ഒരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന, യൂസറും ഡിവൈസുമായിട്ട് ഒരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് ആൾസോ കാൾഡ് എൻഡ് യൂസർ പ്രോഗ്രാംസ് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റും. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയറിലാണ് ഇത് റിസൈഡ് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും സ്പെസിഫിക് പർപ്പസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് കോംപ്ലക്സ് ടാസ്ക് ആണെന്നുണ്ടെങ്കിലും സിമ്പിൾ ടാസ്ക് ആണെന്നുണ്ടെങ്കിലും വി ക്യാൻ യൂസ് ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വേർഡ് പ്രോസസ്സ്, സ്പ്രെഡ്ഷീറ്റ്സ്, പ്രസന്റേഷൻസ്, ഗ്രാഫിക്സ്, അതുപോലെ നമ്മൾ ഇമെയിൽ സെൻഡ് ചെയ്യുന്ന ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ സിസ്റ്റം സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നല്ലൊരു എക്സാമ്പിൾ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്. അപ്പോൾ നമ്മൾ പഠിച്ചു സോഫ്റ്റ്വെയർ എന്താന്ന് പഠിച്ചു. സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആണ്.
സിസ്റ്റവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു, സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോഫ്റ്റ്വെയർ തന്നെ 2 കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും അതുപോലെ തന്നെ യൂസർ ആപ്ലിക്കേഷൻസും ഒക്കെ റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ആക്ട് ആസ് എൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ ഡിവൈസ് ആൻഡ് ദ എൻഡ് യൂസർ. യൂസറും ഡിവൈസ് നമ്മളൊരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. അതുപോലെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ പറഞ്ഞു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർസിന്. അതുപോലെ ആപ്ലിക്കേഷൻ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ നമുക്ക് എങ്ങനെയും പറയാം, എൻഡ് യൂസർ പ്രോഗ്രാംസ് എന്ന് പറയാം. ഇത് അതായത് യൂസറിന് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ കോംപ്ലക്സ് ടാസ്ക് ആണെന്നുള്ളത് സിമ്പിൾ ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്താ എക്സാമ്പിൾ എന്ന് പറയുന്നത് വേർഡ് പ്രോസസ്സ്, അതുപോലെ തന്നെ സെൻഡിങ് ഇമെയിൽസ്, പ്രസന്റേഷൻസ്, നമ്മുടെ എന്താ മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട് എന്ന് പറയുന്നത്, അതായത് എന്താ പവർ പോയിന്റ്, വേർഡ്, എക്സൽ ഷീറ്റ്സ്, ഇതെല്ലാം ഏതിനകത്ത് വരുന്നതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിൽ വരുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസിനെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിനെയാണ് എന്തെന്ന് പറയുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർസ്. എന്താണ് ഫീച്ചേഴ്സ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഫീച്ചേഴ്സ് എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർസിന്റെ ഫീച്ചർ എന്ന് വെച്ചാൽ, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സിസ്റ്റവുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുപോലെ സിസ്റ്റം സോഫ്റ്റ്വെയർസ് എപ്പോഴും റൈറ്റ് ചെയ്തിരിക്കുന്നത് എന്തിലായിരിക്കും? ലോ ലെവൽ ലാംഗ്വേജിലാണ്. സോ എന്താ മെഷീൻസിന് ഏറ്റവും നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും സിസ്റ്റം സോഫ്റ്റ്വെയർസിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഉള്ളത് സിസ്റ്റം സോഫ്റ്റ്വെയർസിന്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, സ്പീഡ് ഓഫ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് വെരി ഫാസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് വെരി ക്ലോസ് ടു ദ സിസ്റ്റം. then it is difficult to manipulate, it is difficult to design, and it is written in the low level language. വളരെ ലോ ലെവൽ, അതായത് മെഷീൻ ലാംഗ്വേജിലായിരിക്കും എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് റൈറ്റ് ചെയ്യുന്നത്. സോ എന്താ സിസ്റ്റത്തിന് വളരെ എളുപ്പത്തിൽ എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാംസ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർസ്. സർട്ടൻ കമ്പോണൻസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിവൈസ് ഡ്രൈവർ. നിങ്ങൾക്കറിയാം ഡിവൈസ് ഡ്രൈവർ എന്താണെന്ന്. ഡിവൈസ് ഡ്രൈവർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ്. അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന് ഇന്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഡിവൈസ് ഡ്രൈവേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസുമായിട്ട് എന്ത് ചെയ്യുന്നത്? ഇന്ററാക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് പ്രോഗ്രാംസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഡിവൈസ് ഡ്രൈവർ എന്ന് വെച്ചാൽ? ഡിവൈസ് ഡ്രൈവർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ഈസ് computer hardware can interact with the computer program with the help of device drivers. അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന് സിസ്റ്റത്തിലെ പ്രോഗ്രാംസുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ we can use the device driver. So device driver itself is a system computer program ആണെന്ന് പറയാൻ പറ്റും. So these device drivers act as a translator between the application of the user and the hardware device. അതായത് യൂസർ കൊടുക്കുന്ന ആപ്ലിക്കേഷൻസിനനുസരിച്ച് ഹാർഡ്വെയർ ഡിവൈസ് സെലക്ട് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാംസ് എന്ന് പറയുന്നത് എവിടെ എന്തായിരിക്കും? ഡിവൈസ് ഡ്രൈവേഴ്സിലായിരിക്കും ഉള്ളത്. സോ ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. യൂസറും ഹാർഡ്വെയർ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏതായിരിക്കും? ഡിവൈസ് ഡ്രൈവേഴ്സ് ആയിരിക്കും. സെക്കൻഡ് ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ഹാർഡ്വെയറിനെയും സിസ്റ്റത്തിനെയൊക്കെ മാനേജ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർസിനെ മാനേജ് ചെയ്യുന്നത് ഏതായിരിക്കും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ദ സിസ്റ്റം വിച്ച് മാനേജസ് ദ ഹാർഡ്വെയർ ഓഫ് ദ കമ്പ്യൂട്ടർ. അതായത് സിസ്റ്റത്തിലെ ഹാർഡ്വെയർസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് പ്രോഗ്രാംസും ഡേറ്റാസും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കാണും. അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാംസും ഇതിനകത്തുണ്ടായിരിക്കും, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൾസോ പ്രൊവൈഡ് us with സർവീസസ് സോ ദാറ്റ് വി കൻ എക്സിക്യൂട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഏതായിരിക്കും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് കാറ്റഗറി ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? കമ്പോണന്റ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതുപോലെ
ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റൺ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് റൺ ചെയ്യുന്നതിനുള്ള സപ്പോർട്ട് തരുന്നതും ഏതായിരിക്കും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഫേമസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് അറിയാം. ഏതൊക്കെയാണ്? ലിനക്സ്, യുണിക്സ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ തേർഡ് ടൈപ്പ് കമ്പോണന്റ് എന്ന് പറയുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ തേർഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെർവർ. സെർവർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രോഗ്രാം ആണ്. ഇത് ആക്ട് ആസ് എ സോക്കറ്റ് ലിസണർ ഇൻ എ കമ്പ്യൂട്ടർ. നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിലൊക്കെയാണ് സെർവർ കൂടുതലായിട്ടും വരുന്നത്. സോ എ സെർവർ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? എ സീരീസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വിച്ച് ലിങ്ക് അതർ കമ്പ്യൂട്ടേഴ്സ് വിത്ത് ഇറ്റ് സെൽഫ്. അതായത് സീരീസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, നെറ്റ്വർക്സിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സെർവേഴ്സ് യൂസ് ചെയ്യാം. ഒരു സെർവർ മെഷീൻ കാണും, അതിലായിരിക്കും സിസ്റ്റംസ് എല്ലാം, നെറ്റ്വർക്ക്സ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. സെർവർ ക്യാൻ പ്രൊവൈഡ് സം എസെൻഷ്യൽ സർവീസസ് ടു ബോത്ത് പ്രൈവറ്റ് യൂസേഴ്സ് ആൻഡ് പബ്ലിക് യൂസേഴ്സ് വയ ദ ഇന്റർനെറ്റ് അക്രോസ് ദ നെറ്റ്വർക്ക്. അതായത് ഇന്റർനെറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഏത് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഏത് കമ്പോണന്റ് ഓഫ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ആ യൂസ് ചെയ്യുന്നത്? സെർവർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ഫോർത്ത് കാറ്റഗറി ഓഫ് അല്ലെങ്കിൽ ഫോർത്ത് കമ്പോണന്റ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ it performs small tasks which are used to manage computer hardware and application software. Application software computer hardware manage ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്മാൾ ടാസ്ക് പെർഫോം ചെയ്യുന്ന ആരായിരിക്കും? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ആയിരിക്കും. അപ്പം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ കമ്പോണന്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് പെർഫോംസ് സ്മാൾ ടാസ്ക് വിച്ച് ആർ യൂസ്ഡ് ടു മാനേജ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിൽ ഉള്ള എന്താ ടാസ്കുകൾ മാനേജ് ചെയ്യുന്നത് ഏതായിരിക്കും? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ആയിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് വൈറസ് സ്കാനേഴ്സ്, സിസ്റ്റം യൂട്ടിലിറ്റീസ് ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കമ്പോണന്റ്സ് ഓഫ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. കമ്പോണന്റ്സ് ഓഫ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്തായിരുന്നു പറഞ്ഞത്? ഡിവൈസ് ഡ്രൈവേഴ്സ്. അതായത് ഹാർഡ്വെയർ ഡിവൈസസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡിവൈസ് ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പോണന്റ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ഹാർഡ്വെയർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള സപ്പോർട്ട്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതായിരിക്കും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് സെർവർ ആയിരിക്കും. സെർവർ എന്ന് വെച്ചാൽ ഒരു സോക്കറ്റ് ലിസണർ ആയിട്ട് ആക്ട് ചെയ്യും. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിലായിരിക്കും. ഫോർത്ത് വൺ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഇറ്റ് പെർഫോംസ് സ്മാൾ ടാസ്ക് വിച്ച് ആർ യൂസ്ഡ് ടു മാനേജ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും തമ്മിൽ അവരെ രണ്ടിനെയും കൂടെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് കമ്പോണന്റ് ഓഫ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വിൻഡോയിങ് സിസ്റ്റം. അതായത് വിൻഡോയിങ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് എസെൻഷ്യൽ സപ്പോർട്ട് ടു ഗ്രാഫിക്സ് ഹാർഡ്വെയർ ആൻഡ് പോയിന്റിംഗ് ഡിവൈസസ്. അതായത് കീബോർഡിന് മൗസിനൊക്കെയുള്ള ഗ്രാഫിക്കൽ സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്ന ഏതായിരിക്കും? വിൻഡോയിങ് സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആയിരിക്കും. ദ വിൻഡോയിങ് സിസ്റ്റം ഇസ് എ കമ്പോണന്റ് ഓഫ് ദ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. GUI കമ്പോണന്റ് ആണ് ഇതെന്ന് പറയാം. നമുക്ക് വിൻഡോയിങ് സിസ്റ്റം എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർസ്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന എന്തായിരുന്നു? കമ്പോണന്റ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. എന്തൊക്കെ കമ്പോണന്റ്സ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർസിനുള്ളത്? ഫസ്റ്റ് വൺ ഡിവൈസ് ഡ്രൈവേഴ്സ്, സെക്കൻഡ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, തേർഡ് വൺ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്, ഫോർത്ത് വൺ വിൻഡോയിങ് സിസ്റ്റം, ദെൻ ഫിഫ്ത്ത് വൺ എന്തായിരുന്നു? അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്പോണന്റ്സ്? ഡിവൈസ് ഡ്രൈവേഴ്സ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സെർവർ, വിൻഡോയിങ് സിസ്റ്റം, ദെൻ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. ഇത്രയായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചാണ്. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കൺട്രോൾ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഒരു കൺട്രോൾ പാർട്ടാണ് ഏതെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ ലൈഫ് ലൈൻ ഓഫ് ദ കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടറിന്റെ ലൈഫ് തന്നെ എന്താണെന്ന് പറയാം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാൻ പറ്റും. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡെഫിനിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ എ കമ്പ്യൂട്ടർ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഹാർഡ്വെയറും അതുപോലെ യൂസറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണ് ഏതെന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സർട്ടൻ ഫംഗ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെ ഫംഗ്ഷൻസ്? ബേസിക് ടാസ്കുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ളത് ഫയൽ മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, പ്രോസസ് മാനേജ്മെന്റ്, ഹാൻഡ്ലിംഗ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ആൻഡ് കൺട്രോളിംഗ് പെരിഫറൽ ഡിവൈസസ്. അതായത് മൗസ്, ഡിസ്ക്
ഡ്രൈവ്സിനെയൊക്കെ മാനേജ് ചെയ്യുന്നതിന്, പ്രിന്റേഴ്സിനെയൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യാം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ സെൻട്രൽ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. ഇറ്റ് ആക്ട് ആസ് എൻ ഇന്റർഫേസ് ബിറ്റ്വീൻ എ കമ്പ്യൂട്ടർ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർട്ടൻ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ടാസ്ക് ആണ്? ഫയൽ മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ദെൻ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹാൻഡ്ലിംഗ്, കൺട്രോളിംഗ് പെരിഫറൽ ഡിവൈസസ്, പ്രിന്റേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഏതാ യൂസ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ പോപ്പുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്? നിങ്ങൾക്ക് അറിയാവുന്ന ലിനക്സ് ഉണ്ട്, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്, അതുപോലെ OS ബാർ 400 ഉണ്ട്, Z ബാർ OS ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ സെക്കൻഡ് കാറ്റഗറി ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. എന്താണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് വെച്ചാൽ? നിങ്ങൾക്കറിയാം, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് വെച്ചാൽ ഒരു ലാംഗ്വേജിൽ നിന്ന് വേറൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലോട്ടോ അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജിലോട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് അതെന്ന് പറയുന്നത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിനെ കുറിച്ച് അറിയാം? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് മെയിൻ ആയിട്ട് 3 ഉണ്ട്. ഏതൊക്കെയായിരുന്നു? കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ. അതിൽ അസംബ്ലർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പഠിക്കാനുണ്ട്. കമ്പൈലറും ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അപ്പം എന്താണ് കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ എന്ന് പറയുന്നത്? ദേ ആർ used as the language translators. That is, they can convert high level language and middle level language into machine language. അതായത് നമ്മൾ PHP നമ്മൾ പഠിച്ചു, ഇനി നിങ്ങൾ പൈത്തൺ പഠിക്കാൻ പോകുന്നു. അതുപോലെ PHPയിലും പൈത്തണിലും സിയിലും C++ലൊക്കെ ഉള്ള പ്രോഗ്രാംസിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? ആ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാംസിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഡിവൈസ് ഡ്രൈവേഴ്സ്. നിങ്ങൾക്കറിയാം, ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്പോണന്റും ആണ്, അതുപോലെ തന്നെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. വി ക്യാൻ യൂസ് അവർ ഡിവൈസസ് സ്മൂത്ത്ലി വിത്തൗട്ട് എനി, അതായത് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നമ്മുടെ ഡിവൈസസ് സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഏതെന്ന് പറയുന്നത് ഡിവൈസ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവർ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താ സർട്ടൺ ഡിവൈസസിന് ഡ്രൈവേഴ്സ് റിക്വയർഡ് ആയിട്ടുണ്ട്. മൗസ്, കീബോർഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യല്ലോ, നെറ്റ്വർക്ക് കാർഡ്സ്, അതുപോലെ ഡിസ്പ്ലേ കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യില്ല. അതിനുള്ള ഡ്രൈവർ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫേംവെയർ സോഫ്റ്റ്വെയർ. ഫേംവെയർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഫ്ലാഷിലൊക്കെ യൂസ് ചെയ്യുന്ന ഡബിൾ ഇ പ്രോമിലൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഏതെന്ന് പറയുന്നത് ഫേംവെയർ എന്ന് പറയുന്നത്. എന്താണ് ഫേംവെയറും അതുപോലെ തന്നെ ഫേംവെയറിന്റെ ടാസ്ക് എന്ന് പറയുന്നത് ദ ടാസ്ക് ഓഫ് ദ ഫേംവെയർ ഈസ് ടു ഡയറക്ട്ലി മാനേജ് ആൻഡ് കൺട്രോൾ ആൾ ദ ആക്ടിവിറ്റീസ് ഓഫ് എ ഒരു സിംഗിൾ ഹാർഡ്വെയറിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫേംവെയർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഫേംവെയർ സോഫ്റ്റ്വെയർ എന്തിന് എക്സാമ്പിൾ ആണെന്ന് പറയാം? സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്തായിരിക്കും ഫേംവെയറും ഡിവൈസ് ഡ്രൈവറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? ഫേംവെയർ എന്ന് വെച്ചാൽ ആ ഡിവൈസസിൽ തന്നെ റിസൈഡ് ചെയ്യുന്നതായിരിക്കും. വേറാസ് ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് വിൽ ഇൻസ്റ്റാൾ ഇൻ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തുമായിരിക്കും ഡിവൈസ് ഡ്രൈവേഴ്സിനെ എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. ഡ്രൈവേഴ്സിനെ മാനേജ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അതുപോലെ ഫേംവെയർ എന്ന് പറയുന്നത് ഏത് ഡിവൈസ് ആണോ ഉള്ളത് അതിൽ എന്തായിരിക്കും? ഇൻബിൽട്ട് ആയിരിക്കും, അല്ലെങ്കിൽ റിസൈഡ് ചെയ്യുന്നത് ആയിരിക്കും. സോ ഫേംവെയർ സോഫ്റ്റ്വെയർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഹാർഡ്വെയറിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നത് ഏതായിരിക്കും? ഫേംവെയർ ആയിരിക്കും. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എന്തായിരിക്കും? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഫിഫ്ത്ത് വൺ എന്ന് വെച്ചാൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് വിച്ച് ആക്ട് ആസ് എൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ സിസ്റ്റം സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെയും ഇടയ്ക്ക് ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏതായിരിക്കും? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ആയിരിക്കും. ദീസ് ആർ ദ പ്രോഗ്രാംസ് വിച്ച് ആർ സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ സം പർട്ടിക്കുലർ പർപ്പസ് ലൈക്ക് മെയിൻ്റനൻസ് ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ്. അതായത് കമ്പ്യൂട്ടർ മെയിൻ്റനൻസ്, എറേഴ്സ് ഡിറ്റക്ഷൻസ് ഒക്കെ ഡയഗ്നൈസ് ചെയ്യുന്നത് ഏതായിരിക്കും? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആയിരിക്കും. അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് which act as an interface between the system software and the application software. Application software system software തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതായിരിക്കും? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മെയിൻ്റനൻസും അതുപോലെ തന്നെ എറേഴ്സ് എന്തെങ്കിലും ഒക്കെ ആയാലും അതിനെ ഡയഗ്നോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഏതായിരിക്കും? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആയിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് വിൻഡോസ് ഫയർവാൾ ഏതിന് എക്സാമ്പിൾ ആണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഇതുവരെ? സോഫ്റ്റ്വെയർ എന്താന്ന് പഠിച്ചു,
അതുപോലെ തന്നെ എന്താ കമ്പോണൻസ് ഓഫ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർസ് പഠിച്ചു. അതുപോലെ തന്നെ എന്താ ടൈപ്സ് ഓഫ് ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് സിസ്റ്റം സോഫ്റ്റ്വെയർ പഠിച്ചു. 5 ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഡിവൈസ് ഡ്രൈവർ ഉണ്ട്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉണ്ട്. അങ്ങനെ 5 ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്താ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താ നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായാലേ പറ്റത്തുള്ളൂ? സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ടായാലേ പറ്റത്തുള്ളൂ. സോ വി മേക്ക് യൂസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഫോർ ഓപ്പറേറ്റിംഗ് ഹാർഡ്വെയർ ഓഫ് ദ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാം. അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇറ്റ് പെർഫോം സർട്ടൻ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് യൂസ് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം when the operating system is installed on the computer, then the system software is also mounted on the machine. Operating system ഉണ്ടെങ്കിൽ എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് എന്തെങ്കിലും സിസ്റ്റം സോഫ്റ്റ്വെയർ അതിനകത്ത് മൗണ്ട് ചെയ്തിരിക്കും. അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് യൂസർ റിക്വയർമെന്റിനനുസരിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ അത് എപ്പോഴും സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് വർക്ക് ആയിക്കൊണ്ടേയിരിക്കും. സോ ദ യൂസർ ഈസ് നോട്ട് ഏബിൾ ടു ഇന്ററാക്ട് വിത്ത് ഇറ്റ്. അതായത് യൂസറിന് സിസ്റ്റം സോഫ്റ്റ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ എന്താ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ ദ യൂസർ ഇന്ററാക്ട്സ് വിത്ത് ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് യൂസറിന്റെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തതായതുകൊണ്ട് യൂസർ ക്യാൻ ഇന്ററാക്ട് വിത്ത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ബട്ട് we cannot, users cannot interact with the system software. System software works in the background ആയതുകൊണ്ട് we cannot interact with the system software. Third difference എന്ന് പറയുന്നത് it can system software എന്ന് പറയുന്നത് it can run independently as it provides the platform for the running application software. Application softwareന് വേണ്ടിയിട്ട് ഫോർത്ത് ഡിഫറൻസ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് റൺ ചെയ്യും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻഡിപെൻഡന്റ് ആയിട്ട് റൺ ചെയ്യത്തില്ല. ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു റൺ വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ല എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റൺ ആകത്തില്ല. ഇനി അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ കമ്പൈലർ, അസംബ്ലർ, ഇന്റർപ്രറ്റർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ നിങ്ങൾക്കറിയാം വേർഡ് പ്രോസസർ, വെബ് ബ്രൗസർ, മീഡിയ പ്ലെയർ ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്രോഗ്രാംസ് എന്താണെന്ന് പഠിച്ചു, സോഫ്റ്റ്വെയർ എന്താണെന്ന് പഠിച്ചു, 2 ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെ കമ്പോണൻസ് ഓഫ് 2 ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും ആണ്. അതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് പറഞ്ഞു, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് കമ്പോണൻസ് ഓഫ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. 5 കമ്പോണൻസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർസിനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. പിന്നെ പഠിച്ചത് നമ്മൾ എന്തായിരുന്നു? അതിന്റെ ഡിഫറൻസസ്, അതായത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൂടെ തന്നെ മൗണ്ട് ചെയ്തിരിക്കും സിസ്റ്റം സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ യൂസർ റിക്വയർമെന്റ്സിന് ആവശ്യമായിട്ടായിരിക്കും അതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? കമ്പൈലർ, അതായത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്, സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്ന് പറയാം. അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് വെബ് ബ്രൗസർ, മീഡിയ പ്ലെയർ, വേർഡ് പ്രോസസർ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം.